Hey guys, welcome back to my new video. Guys, അപ്പോൾ നമ്മുടെ അങ്ങനെ വ്യാഴാഴ്ചത്തെ പുതിയൊരു ഇതുമായിട്ട് വന്നിട്ടുണ്ട് കൊനാമി. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീ ട്രയൽ വന്നിട്ടുണ്ട് സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റിൽ. അപ്പോൾ നോക്കുകയാണെങ്കിൽ യങ് സ്റ്റാർ വോളിയം 2 ആണ് ഷോർട്ട് ടൈം. അതുപോലെ തന്നെ ജെ ലീഗ് മന്ത്ലി, പിന്നെ എൻകോഡ് സ്റ്റാർസ് വന്നിട്ടുണ്ട്. അത് ഫ്രീ ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 മാനേജർ വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് എന്തായാലും നോക്കാം. 2 മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ലാഡില ഫുവാൻ്റെ 2024 ഡി സ്റ്റോജോവിക് 2021 നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. 500 രൂപയാണ് 2 കോയിനും. അപ്പോൾ എന്താ പറയുക, ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്താ പറയുക എടുക്കാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക. എന്തായാലും ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ എന്തായാലും കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ കോയിൻ സേവ് ചെയ്തേക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫ്രീ ട്രൈ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ ട്രൈ ഒന്ന് ചെയ്ത് നോക്കാം. ആരെ കിട്ടുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. എൻ്റെ എന്താ വെച്ചാൽ പ്ലേയേഴ്സ് കുറച്ച് 500 ഫുള്ളാണ്. അപ്പോൾ ഞാൻ 2 പ്ലെയറിനെ ഒന്ന് റിലീസ് ചെയ്യണം. 500 കിടക്കുവാണ് എന്തായാലും. അപ്പം നമുക്ക് 2 പേരെ റിലീസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. എന്തായാലും സണ്ണൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം ആരെ എടുക്കണ്ടേന്ന്. ഡിലേറ്റ് ഒക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. ഡിലേറ്റിന് കുറേ ഇറക്കിയിട്ട് ഓക്കെ റിലീസ് ചെയ്യാം. നമുക്ക് റിലീസ് ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കി നോക്കാം ആരൊക്കെ ഉള്ളതെന്ന്. എന്തായാലും ഗൈസ് നോക്കുകയാണെങ്കിൽ ഗ്യാമോയിങ്ക, പിന്നെ ഓക്കെ വാൻഡേവാൻ ഓൾറെഡി എൻ്റെ ഒരാളുണ്ടായിരുന്നു, ഗാഡിയോൾ. അപ്പോൾ നമുക്ക് എന്തായാലും എനിക്കിതിൽ ആരെ കിട്ടിയാലും കുഴപ്പമില്ല. വാൻഡേവാൻ നമുക്ക് ക്യാമോയിങ്കൻ എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇഞ്ചുറി റെസിസ്റ്റൻസ്, എഫക്റ്റ് ആൻഡ് കണ്ടീഷൻ, ഡബിൾ ടച്ച് ഉണ്ട്, അതുപോലെ മാർസലേറ്റ് ഉണ്ട്, സോൾ കൺട്രോൾ ഉണ്ട്, 1 ടച്ച് പാസ് ഉണ്ട്, എല്ലാം സെറ്റാണ്. ഓൾറെഡി ക്യാമോയിങ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ അങ്ങനെ കളിപ്പിക്കാറില്ല ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കെന്തായാലും നോക്കാം ആരെ കിട്ടുന്നതെന്ന് അറിയില്ല. ഫ്രീ ട്രൈ എന്തായാലും ഒരെണ്ണം ഉണ്ട്, ക്യാൻസൽ ചെയ്യുന്നു, വീണ്ടും ക്യാമോയിങ്ങിനെ എടുക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കി നോക്കാം, അറിയില്ല, സൂപ്പർ സബ്ബൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കറക്കി നോക്കാം ഗൈസ്. ഇതിൽ ആരെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഞാനിങ്ങനെ ഫ്രീ ട്രൈ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട്. കൊനാമി ഇപ്രാവശ്യം നമുക്ക് തരുമോ നമുക്ക് നോക്കാം ഗൈസ്. എന്തൊക്കെയോ കത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം. പാക്ക് അല്ലാന്ന് തോന്നുന്നു ഗൈസ്, പച്ചയൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് ലീഗിൽ ആരാടായി, ഒനാന ഗൈസ്. അപ്പോൾ അത്ര ഇതൊന്നും ഇല്ല, എന്നാലും നമുക്ക് നോക്കാം. ഒനാന കിട്ടി ഗൈസ്, അത് പണി പാളി. എന്തായാലും ഫ്രീ ട്രൈ അല്ലേ, കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒനാനേനെയാണ് കിട്ടി. നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻകോഡ് സ്റ്റാർസ് പോർട്ട് പാക്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ മുസൈല ഉണ്ട്, ഡയസ് ഉണ്ട്, റാഫേലിയോ ഉണ്ട്, റോഡ്രിഗോ, വാൽവെർഡെ, ലെവൻഡോസ്കി, വാക്കർ, വൈറ്റ്, വിറ്റിൻഹ, സണ്ണുണ്ട്. അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. ഓക്കെ, പ്ലേയേഴ്സ് എല്ലാവരും ഉണ്ട്, പാക്കും ഉണ്ട്, സെറ്റാണ് ഗൈസ്. 500 രൂപ പോലും കൊടുത്തിട്ട് വല്ല 300 രൂപയ്ക്കാണ് നമ്മളൊരു കൈ നോക്കിയേനെ മാനേജറിനെ എടുത്തിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഡിവിഷൻ മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. കാരണം ഞാൻ വിചാരിച്ചു കിട്ടുന്ന ഒരു പ്ലെയറിനെ വെച്ചിട്ട് നമുക്ക് മാച്ച് കളിക്കാമെന്ന് വെച്ചാൽ, പക്ഷേ ആരെയും കിട്ടിയില്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും മാച്ചിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ സ്ക്വാഡ് പോലെ തന്നെ ജസ്റ്റ് എന്താ പറയുക മെസ്സിനെയും മർഡോണനെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്യാമോയിങ്ങൊന്നും കിട്ടില്ല. എന്തായാലും ഗൈസ് നമ്മളെന്തായാലും പോർട്ട് പാക്കിൽ ഒരാളെ നമുക്ക് എടുക്കാം. ഫ്രീ ട്രൈ ഉണ്ടാവും മിക്കവാറും, നമുക്ക് നോക്കി നോക്കാം. എന്തായാലും നമ്മുടെ ഓപ്പോണ്ട് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കാം ഓപ്പോണ്ട് എങ്ങനെയുണ്ടെന്ന്. 4-3-1-2 ആണ്. ഡിലേറ്റ് റിമൈനിങ് ഉണ്ട്. നെയ്മർ ഗൈസ്, പണ്ടത്തെ ലെജൻഡ് എപ്പിക് ആയിട്ടുള്ള ഇതാണല്ലോ ബ്രോ ഗൈസ്. അപ്പം എൻ്റെ മോനെ പുതിയ മാനേജർ പാക്ക് പോയിട്ടോ കളി, നമുക്കിന്ന് കാണാം എങ്ങനെ ഉണ്ടാവും കളിന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ മാച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ ചെക്കൻ, ഓക്കെ വൈറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ മാച്ച് കൊടുത്തിട്ടുണ്ട്, പുതിയ മാനേജറായിട്ട് എത്തിയിരിക്കുന്നത് കിടിലം മോനെ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കളി തന്നെ ഓപ്പോണ്ട് പുതിയ മാനേജറായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്ന് എങ്ങനെ ഉണ്ടാവുന്നത്. മാനേജറിനെ നോക്കുകയാണെങ്കിൽ ലേഡിലെ ഫുവൻ്റെ ഫ്രാൻസ്, ക്രിസ്റ്റോ വാൽബുന. നമുക്കിപ്പോൾ നോക്കി നോക്കാം ഗൈസ് എങ്ങനെ ഉണ്ടാവും. പവർ ആവട്ടെ. സീൻ ഫസ്റ്റ് ടച്ച് നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എംബാപ്പെ, ജെറാഡ്, ബെക്കംബർ, ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഫോഡൻ, ഓക്കെ നെയ്മർ കിട്ടിയിട്ടുണ്ട്. ഒരു കിടിലൻ പാസ്.
ഓഫ് മോനെ ഗൈസ്, എംബാപ്പെ എന്തായാലും അവിടെ നിന്ന് ഒരു അടി അടിച്ചു, പക്ഷെ അത് ഫ്രീ ഇതായി പോയിട്ടോ, ഓഫ് സൈഡ് ആയി പോയി. കിടിലൻ ഒരു പാസ്സായിരുന്നു, ത്രൂ പാസ്സായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും കുഴപ്പമില്ല. നമ്മുടെ പണ്ടസെ ഓക്കെ കെസിലിയോസ് ഡിലൈറ്റ് ഇവന്മാർ ഫുൾ പാസിംഗിലാണ്. മാർട്ടിനസ്, ലിസാൻഡ്രോ, വിൽസേപ്പർ, നെയ്മർ, എടാ മെക്വ, റൂമിനിങ്, മെസ്സി വരുന്നുണ്ട്, ഇൽക്കർ കാസിലോ, ഓക്കെ ഹെർണാണ്ടസ്, എവിടാ എംബാപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഹെർണാണ്ടസ്, നെയ്മർ, ജെറാഡ് മുത്തേ, എന്റെ മോനെ ഇവന്മാര് എടാ റൂമിനിങ്, ഹെർണാണ്ടസ്, ഡേ കേസ്മിറോ, എന്നാലും ഒമ്പോ സീനൊരു വരവാടാ വന്നേ. എടാ എംബാപ്പേ റൂമിനിങ്, എന്റെ മോനെ ഹെർണാണ്ടസ്, എന്റെ എന്നാലും എന്റെ മോനെ മർഡാണന്റെ അടിയായിരുന്നു. അതവിടെ കേറിയില്ല കേട്ടോ. മാനേജർ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നല്ലൊരു കോർണറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഭാഗ്യം ഇപ്പൊ വരൂ. യമാലിനെ ഇറക്കിയിട്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഹാഫ് ടൈമിന് ശേഷം യമാലിനെ ഇറക്കാം. അപ്പൊ നമ്മൾ കോർണറൊക്കെ അടിച്ചിട്ടുണ്ട് കിമ്മിച്ചിനെ കൊണ്ട്. എടോ എന്റെ മോനെ ഗൈസ്, ഇതിപ്പോ പണിയായല്ലോ. ഇവിടെ നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു, മെസ്സി അടിച്ചും ചെയ്തു ഗൈസ്. പക്ഷെ അവന്മാർ ഇതാക്കിട്ടോ. ഓക്കെ ഗൈസ്, ഇതിപ്പോ അടുപ്പിച്ച് ഓർമ്മിക്കാണല്ലോ മോനെ ഗൈസ്. അപ്പൊ ഹാഫ് ടൈം ആവാനായി, 38 മിനിറ്റ് ആയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇത് കുറച്ച് അടിച്ചത് മാറിപ്പോയോ? എടാ ഒരു ചെറിയത് അല്ലേ ഗോണാവുന്ന ഒരു ലേശം ഭാഗം. ഗൈസ് നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷെ നല്ലൊരു ഗോളിനുള്ള ചാൻസ് ആയിരുന്നല്ലോ. മറഡോണ അത് കറക്റ്റ് അടിച്ചത്, പക്ഷെ പോസ്റ്റിന് സൈഡിൽ കൂടെ. ഗൈസ് ഇവന്മാര് ഫുള്ള് പാസിംഗ് കളി കേട്ടോ. ലിസാൻഡ്രോ മാർട്ടിനസ്, ഡിലൈറ്റ്, വാക്കർ, ഫുൾ പാസിന്റെ കളിയാണ് ഇവന്മാര്. നമ്മൾ നെയ്മറെ നോക്കണ്ട. ഹെർണാണ്ടസ്, അടിയടാ എടാ ഫോഡൻ. ഓക്കെ റൂമിനിങ് കൊണ്ട് എന്തായാലും ഓക്കെ. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു മാനേജർ തന്നെയായിരുന്നു. അപ്പോൾ ഷോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ 4 ഷോട്ട് അടിച്ചു, അങ്ങനെ 3 ഷോട്ട്. ഫൗളുകൾ നമുക്ക് ഒരെണ്ണമുണ്ട്. ഇനി ടൈം ആയി ഗൈസ്, നമുക്ക് യമാലിനെ ഇറക്കാം. നമുക്ക് അതുപോലെ കക്കർല, മർഡോണയ്ക്ക് പകരം നമുക്ക് അവിടെ ലൂയിസ് ഫിഗോന് ഇട്ടാൽ അൽവാരസിന് ഇടാം. ചെക്കന്മാരെന്തായാലും ഇറങ്ങട്ടെ. അതുപോലെ യമാലിന് ഇടാം ഗൈസ്. പ്ലെയർ റോൾ നോക്കുകയാണെങ്കിൽ യമാൽ ഓക്കെ റിംഗിങ് ഫോർവേഡാണ്. വേറെ ആരെയും ചെയ്യേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബ്രൂണോന് വേണം ചെയ്യാൻ. നമുക്ക് വാൽവർഡേക്ക് വരാം ഗൈസ്. അപ്പോൾ സെറ്റാണ്, നമുക്ക് മാച്ചിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ മാനേജർ പൊളിയാണ്. വിൽസേപ്പർ, യമാൽ വരുന്നുണ്ട്. യമാൽ ഓക്കെ, ലിസാൻഡ്രോ മാർട്ടിനസ്, ഡിലൈറ്റ്, വാക്കർ. ഇവന്മാരും പാസിന്റെ എന്റെ മോനെ കിട്ടിയിട്ടുണ്ട് ഒരു ചാൻസ്.
എടേ അതെന്ത് ബാക്ക് അടിച്ചു വിട്ട് എടാ റൂമിനിങ്. നല്ലൊരു ചാൻസ് ആയിരുന്നു, പക്ഷെ ഇറ്റ്സ് യമാൽ ഗോൾ എന്ന് പറയുന്നൊരു ഗോൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. 55. ഓഫ് എൻ്റെ മോൻ, ഇവന്മാര് ഫുൾ പാസ് കളിയാണ് ഗൈസ്. റൂമിനിങ് ഫോഡൻ. ഓ എൻ്റെ മോനെ കല്ല. എൻ്റെ ശരിയാ, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എടാ എൻ്റെ മോനെ ഹെർണാണ്ടസ്. ഗൈസ് എൻ്റെ എടാ ഫുഫ്. അപ്പൊ ഇന്നത്തെ മാച്ച് കഴിഞ്ഞു. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ ആരും ഗോൾ അടിച്ചില്ല. പക്ഷെ ഇന്ന് എനിക്ക് പറയേണ്ടത് നമ്മുടെ ഗോളിന് തന്നെയാണ്. കാരണം ന്യൂ ബാഡ്ജ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പ്ലേ 100. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ ഷോട്ട് എന്തായാലും നമ്മൾ അടിച്ചിട്ടുണ്ട്, പക്ഷെ ഗോൾ അടിക്കാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഗോളിന് ഞാൻ ഇത് കൊടുത്തു. കാരണം എന്താ പറയുക, പുള്ളി ഒന്ന് സേവ് ചെയ്ത് 4 സേവ് ചെയ്തു, അടുപ്പിച്ച് സേവ്. അപ്പം മാനുവർ എന്തായാലും പൊളിച്ചു. ഷോട്ട് നോക്കുകയാണെങ്കിൽ അവന്മാർ ഹാഫ് ടൈമിന് ശേഷം നന്നായിട്ട് ഷോട്ട് അടിച്ചു. ഷോട്ട് ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 6-2 വന്നത്. ഗൈസ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് കിഡ്സ് മീ. ഓക്കെ, ബൈ.